ഒരു പ്രത്യേക ശീലമാണ് കേട്ടോ എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോഴായിരിക്കും ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കാണുന്നത്. അത് രാവിലെ ഒരു 7-8 മണിക്കൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റ്സിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഓരോന്നിനും ടേസ്റ്റ് ഗംഭീരമായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്ന സാധനം സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ പൊട്ടറ്റോ ആണ്. അതിനൊപ്പം ഞാൻ സോസേജ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോമൺ ആയിട്ട് അവിടെ കിട്ടുന്ന സാധനമാണ് ചീസ്. പക്ഷേ ചീസ് അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല കഴിച്ചു നോക്കിയപ്പോൾ. നമ്മളതൊന്നും കഴിക്കാറില്ലല്ലോ. പിന്നെ ഇത് എഗ്ഗാണ്. എഗ്ഗ് ബുൾസൈ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് കഴിക്കുന്ന സാധനത്തിന്റെ പേരറിയത്താണ് കേട്ടോ ഞാൻ പേര് പറഞ്ഞുതരാത്തത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഫ്രൂട്ട് സലാഡാണ്, അല്ലാണ്ട് അത് വെജിറ്റബിൾ സലാഡാണ്. ദെൻ പേരറിയാത്തൊരു ചായയും കുടിച്ചിട്ട് നേരെ സ്വീറ്റ്സിലോട്ടാണ് കേട്ടോ എൻ്റെ കൈ പോയത്. അന്ന് ഞാൻ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് ഇതായിരുന്നു. ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നിന്ന് കുറേ ഷുഗർ സിറപ്പ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അകത്തൊരു രാസ്ബെറിയുടെ ഒരു ജാമൊക്കെ ഉണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു കേക്കൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേക്കും അതുപോലെ തന്നെ കൊള്ളായിരുന്നു. ഇത് വേഫറാണ്, എനിക്ക് അത്ര ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ചുറ്റിലുള്ള ആ ഒരു നട്ട്സ് ഒക്കെ അത് കഴിച്ചിട്ട് ഞാൻ ഒഴിവാക്കി. പിന്നെ ഇത് തരിക്കഞ്ഞിയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള തരിക്കഞ്ഞി. അത് തന്നെയാണ്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. അത് ഞാൻ വയറ് വേക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റ്സും ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ റൂമിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇരുന്നിട്ടുള്ള ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കാണും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കല്യാണ വീട്ടിൽ ഇരിക്കുന്ന എനിക്ക് തോന്നില്ല. എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയത്. അപ്പോൾ അത്രയുള്ളൂ. നെക്സ്റ്റ് ഡേ